ഒരു വൃത്തിയില്ലാത്തൊരു വൃത്തികെട്ട വണ്ടിയിലാണ് നമ്മൾ യാത്ര ചെയ്തത്. ബറോണി എറണാകുളം രപ്തി സാറിന്റെ സെക്കൻഡ് AC യിലാണ് യാത്ര ചെയ്തത്. എന്നിട്ടും ഭയങ്കര ശോകമാണ് ഈ വണ്ടിയുടെ അവസ്ഥ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ബറോണിന്ന് തുടങ്ങി കാൺപൂർ എത്തുന്നവരെ നമ്മൾ എടുത്തു. ഇപ്പോൾ നമ്മൾ കാൺപൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാൺപൂരിൽ നിന്നും അടുത്ത ദിവസം ഉച്ച വരെയുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. കാൺപൂരത്തിന് മുമ്പുള്ള കുറെ ചേരികളും സംഭവങ്ങളൊക്കെ കണ്ടോ. നമ്മളെ ഗംഗാ നദി കടക്കുവാണ് കേട്ടോ. ഗംഗാ നദി കടന്നാണ് നമ്മള് കാൺപൂരിലേക്ക് കയറുന്നത്. നല്ല നീളമുള്ളൊരു പാലമായിരിക്കും. ഗംഗാ നദിയുടെ മുകളിലോട്ടുള്ളൊരു വലിയൊരു പാലമാണ് കേട്ടോ. അതൊക്കെ അടിപൊളി. നോക്ക, നല്ല വെള്ളമുണ്ട് ഗംഗാനദിയിൽ. അത് കണ്ടോ, ആ പാലത്തിന്റെ ടോപ്പ് എത്താറായി. അതുപോലെ വെള്ളമുണ്ട്. നോക്കി ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകത്തില്ല. നല്ല വെള്ളമുണ്ട്. റെയിൽവേ പാലം കുറച്ച് ഹൈറ്റിലാണുള്ളത്, പക്ഷെ ആ റോഡ് കണ്ടോ നോക്കി, അത്രയും ഹൈറ്റിൽ വെള്ളമുണ്ട്. കുറച്ചുകൂടെ ആയ മിക്കവാറും ആ പാലത്തേക്കൂടെ വണ്ടികളൊന്നും പോകത്തില്ല. നോക്കിയോ, നമ്മളിപ്പോൾ ഉള്ളത് നോർത്ത് സെൻട്രൽ റെയിൽവേയിലാണ്. നോർത്ത് സെൻട്രൽ റെയിൽവേയിലെ പ്രയാഗ്രാജ് ഡിവിഷനിലാണ് ഈ കാൺപൂർ സെൻട്രലുള്ളത്. ഇത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേഷനാണ് ഇന്ത്യൻ റെയിൽവേയിൽ. ഇന്ത്യൻ റെയിൽവേയിലെ മൂന്നാമത്തെ ബിസിയസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ്. അങ്ങനെ കുറേ റെക്കോർഡുള്ളൊരു സ്റ്റേഷനാണ് ഈ കാൺപൂർ സെൻട്രൽ. ഇന്ത്യയിൽ സെൻട്രലാണ് പേരുള്ള വളരെ ചുരുക്കം സ്റ്റേഷനുള്ളൂ. ട്രിവാൻഡ്രം സെൻട്രൽ, MGR ചെന്നൈ സെൻട്രൽ, കാൺപൂർ സെൻട്രൽ, മുംബൈ സെൻട്രൽ. അതിലൊരു സെൻട്രലാണ് ഈ കാൺപൂർ സെൻട്രൽ. നല്ല വലിയൊരു സ്റ്റേഷനാണ്. ഇവിടുന്ന് ആഗ്ര, പ്രയാഗ്രാജ്, അങ്ങനെ പല സ്ഥലത്തേക്ക് ഡൽഹിക്കൊക്കെ ലൈൻ തിരിയുന്ന ഒരു വലിയൊരു സ്റ്റേഷനാണ് ഈ കാൺപൂര്. ഇവർക്ക് ഇവിടെ ലോക്കോഷെറ്റ് ഉണ്ട്, ഇലക്ട്രിക് ലോക്കോഷെറ്റ് ഉണ്ട്. WP7, WAG9 അങ്ങനെ എല്ലാ സാധനവും ഇവരയിലുണ്ട്. വലിയ ടീം ഇവരോട്ട്. വലിയ സ്റ്റേഷനും ഒക്കെ ഉള്ള വലിയൊരു ബഡേലോകാണ് ഇവർ. എന്തോരം ലോക്കോസാ കിടക്കുന്നത് നോക്കി. എൻ്റെ ദൈവമേ, അവിടെ ഒരു അമൃത ഭാരത് ലിവറിയുള്ള WP7 കിടപ്പുണ്ട്. ഇവിടെ ഒരു ജാൻസിയുടെ WP4. ഓ, ഇതെല്ലാം അടിപൊളി സ്റ്റേഷനാണോ. കാൺപൂർ എത്തിയപ്പോഴേക്കും നമുക്ക് ഇവിടുത്തെ ഒരു കടയിൽ ബിരിയാണി മേടിച്ചായിരുന്നു. ദം സഫർ ബിരിയാണി എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നു. ഇവിടുത്തെ ബിരിയാണി ഐറ്റംസ് ഒക്കെ, ഇവിടെ നോൺ വെജ് ഒക്കെ നല്ല അടിപൊളി ഫുഡ് കിട്ടും. ഈ ലക്നൌവിലും കാൺപൂരൊക്കെ ഫുഡിന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. 10-15 മിനിറ്റ് ലേറ്റേ ഉള്ളൂ ഇവിടെ വന്നപ്പോഴേക്കും. ഇതൊരു മെയിൻ സ്റ്റേഷനാണ്. ഇവിടെ ഈ ഹൗറ ഡൽഹി റൂട്ടിലെ എല്ലാ വണ്ടികളും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഡൽഹിയിൽ നിന്ന് ഒഡീഷ ഭാഗത്തേക്ക് പോകുന്ന വണ്ടികൾ, വാരണാസി മറ്റേ അങ്ങോട്ടെല്ലാം പോകുന്ന വണ്ടികൾ, പാട്ന പോകുന്ന വണ്ടികളെല്ലാം ഇവിടെ നിർത്തും. ഇവിടെ ക്രൂ ചേഞ്ചും കാണും. ഭയങ്കര മെയിൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റേഷനാണ്. ഇവിടെ സ്റ്റോപ്പില്ലാത്ത വണ്ടികളൊന്നുമില്ല. ഇതൊരു സെൻട്രൽ സ്റ്റേഷനാണ്. നമ്മുടെ ട്രിവാൻഡ്രം സെൻട്രൽ ഇല്ല, അതേപോലെ തന്നെ ഒരു സെൻട്രൽ സ്റ്റേഷനാണ് ഈ കാൺപൂർ സെൻട്രൽ കേട്ടോ. ഇവിടുത്തെ വണ്ടികൾക്കെല്ലാം ഈ ഗാസിയാബാദ് ഷെഡിന്റെ ലോക്കോസാണ്. ശ്രദ്ധിച്ചാൽ മതി. കാരണം എല്ലാം ഡൽഹി ഭാഗത്ത് നിന്ന് എടുത്തില്ല. ഗാസിയാബാദ് അല്ലെ തുഗ്ലക്കാബാദ്, ഈ ഏതെല്ലാം ഓർമ്മയായിരിക്കും. ഇത് ഒഡീഷ സമ്പർക്രാന്തിയാണ്. ഞാൻ പറഞ്ഞില്ല ഒഡീഷയ്ക്ക് വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. അല്ലാണ്ട് ആനന്ദ് വിഹാറിന്ന് ഭുവനേശ്വർക്ക് പോകുന്ന ഒഡീഷ സമ്പർക്രാന്തിയാണ് ഈ വരുന്നത് കേട്ടോ. വലിയ തിരക്കൊന്നുമില്ല വണ്ടിക്കകത്ത്. സാറിന് ഒഡീഷയ്ക്ക് പോകുന്ന വണ്ടിക്കൊക്കെ നല്ല തിരക്കായിരിക്കില്ല. ഇത് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടി. നോക്കി, ഇത് കണ്ടോ, ജനറലൊന്നും വലിയ തിരക്കേ ഇല്ല. നോക്കി കണ്ടാ, ഷോ ഭയങ്കര റെയറാണല്ലോ. സ്ലീപ്പറിലൊക്കെ ആളുണ്ട്,
ഭുവനേശ്വർക്ക് പോകുന്ന വണ്ടിയാണ് സമ്പർക്ക് ക്രാന്തി. ഇവിടെ ഒരു വണ്ടി വരുന്നുണ്ട്. ഈ വണ്ടിക്ക് നമ്മൾ അവരുടെ യാത്ര ഇട്ടിട്ട് ഇത് ഭയങ്കര ഒരു പണ്ട് മുതലുള്ളൊരു വണ്ടിയാണ്. ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച മുതലുള്ളൊരു വണ്ടിയാണ്. ഈയിടെ LSB ഏതാണ് ഹൗറ കൽക്ക നേതാജി എക്സ്പ്രസ് കേട്ടോ. അതാണ് ഈ വരുന്നത്. ഇതിന്റെ ട്രെയിൻ ബോർഡ് നോക്കിക്കോട്ടെ, നല്ല നൈസ് സാധനം കേട്ടാ. നേതാജി എക്സ്പ്രസ് ആണ്. ഈയിടെ LSB ആയതാണ്. നമ്മളിതിന് ഒരാളെ കൽക്കയില് ഡൽഹി പോകാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അന്ന് അത് ICF ആയിരുന്നു, പക്ഷെ ഇത് ഇന്ന് LHB ആയി. ഈസ്റ്റേൺ റെയിൽവേയുടെ വണ്ടി ഏതാണ്ടാ, ഭയങ്കര ഫേമസ് ഒരു വണ്ടിയാണ് ഈ നേതാജി എക്സ്പ്രസ് ആണ്. നല്ല കിടിലൻ കോച്ചും കണ്ടോ, നല്ല വൃത്തിയുള്ള കോച്ചിന്റെ ട്രെയിൻ ബോർഡും കണ്ടോ. ഒരു ട്രൈ കളർ ബാക്ക്ഗ്രൗണ്ടിൽ അതിന് ടെക്സ്റ്റ് ഒക്കെ കൊടുത്തേക്കുന്ന ടൈപ്പ് ഒരു ട്രെയിൻ ബോർഡ് നോക്കി, നൈസ്. ഇത് നാളെ വെളുപ്പിന് എന്തോ ഇത് കൽക്ക എത്തും കേട്ടോ. ഹൗറയെന്ന് വിട്ട് കൽക്കയ്ക്ക് പോകുന്നൊരു ഭയങ്കര ഫേമസ് ഒരു വണ്ടിയാണ് ഈ നേതാജി എക്സ്പ്രസ്. വണ്ടി അധികം നേരം ഒന്നും ഇട്ടില്ല കേട്ടോ. വണ്ടി വേഗം തന്നെ എടുത്ത് വെള്ളം നിറയ്ക്കലുണ്ടായിരുന്നു ഇവിടെ. അത് നമ്മുടെ വണ്ടി എടുത്ത് നമുക്ക് ലഞ്ച് കഴിക്കാം. വിശന്നിട്ട് വയ്യ. ദം സഫർ ബിരിയാണി കേട്ടോ. നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. ഇത് ഭയങ്കര റിച്ച് കേട്ടോ. ഇതിൻ്റെ കൂടെ ഡെസേർട്ടായിട്ട് 2 ടപ്പ ഗുലാബ് ജാമുന്, പിന്നെ റൈത്തയുണ്ട്, പിന്നെ ഇതെന്താണ്, ഇത് ബിരിയാണിയുടെ മണ്ടയ്ക്ക് ഇടാൻ വേണ്ടി മറ്റേ ഫ്രൈഡ് ഓണിയനാന്ന് തോന്നുന്നു അത്, പിന്നെ ബിരിയാണി. നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. 300 രൂപ അടുപ്പിച്ചാണ് എനിക്ക് ഈ ബിരിയാണിക്ക് ആയത്. നൈസ് സാധനം കേട്ടോ. കഴിച്ച് നോക്കട്ടെ. നല്ല മണം വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ വേറെന്തോ ഉണ്ടല്ലോ, ഇതെന്താ സംഭവം, ഇതെന്തുവാ, ഓ നെയ്യ്. റിച്ചാണല്ലോ സാധനം. നെയ്യ്, കട്ട്ലറീസ്. കൽക്ക പോകുന്ന ഈ നേതാജി എക്സ്പ്രസ് ഇതിന് ഡൽഹി റൂട്ടാണ് പോകുന്നത്. നമ്മളിവിടെ നിന്ന് നേരെ ഇനി ഝാൻസി റൂട്ടിലേക്ക് പോകും കേട്ടോ. ഇങ്ങനെ കാൺപൂർ സെൻട്രലിൽ പുറപ്പെട്ടിരിക്കുകയാണ്. ഭയങ്കര പാക്കിംഗ് ആട്ടോ. നല്ല ക്വാളിറ്റിയുള്ള റൈസും നല്ല മണവും. കഴിച്ചൊക്കടിന് ബാക്കി അഭിപ്രായം പറയാം. അടിപൊളി ഐറ്റം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടുത്തെ ബിരിയാണിയൊക്കെ നല്ല സാധനമാണ്. ചിക്കനൊക്കെ ഭയങ്കര നല്ല പക്ക വേവ്, നല്ല ഫ്ലേവറുള്ള റൈസും സൂപ്പർ. ഇഷ്ടപ്പെടുന്നെങ്കിൽ അടിപൊളി. ഈ പേര്, ഈ ഹോട്ടലിൻ്റെ പേര് ദം സഫർ ബിരിയാണി എന്നാണ്. ഫുഡ് നല്ല തൃപ്തിയായി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഭാഗത്തോട്ടൊക്കെ വരുവാണെങ്കിൽ നല്ല അടിപൊളി ലക്നൗ സ്റ്റൈൽ ബിരിയാണി കിട്ടും. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് പൊക്രയാർ എന്ന സ്ഥലമാണ്. മറ്റേ പൊക്രയാറല്ല, മറ്റേ രാജസ്ഥാനിലുള്ളതല്ല, അത് UP യിലാണ്. അത് ഇനി ഒരു സ്റ്റേഷനോട് കഴിഞ്ഞാൽ വൈകിട്ട് നമുക്ക് വീരാങ്കണ ലക്ഷ്മി ബൈ ഝാൻസിയിലെത്താം. പുറത്ത് കാണാൻ മാത്രം ഒന്നുമില്ല കേട്ടോ. അറിയാമല്ലോ ഈ റൂട്ടൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല കാണാൻ മാത്രം. നമ്മുടെ കേരളത്തിലെത്തണം ഇനി എന്തിനൊക്കെ കാണണമെങ്കിൽ. പുറത്ത് സീനറീസോ അങ്ങനത്തെ ഇല്ല, ചുമ്മാ ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുന്ന ഒരു റൂട്ടാണ്. കരുതിയത് ഈ റൂട്ടൊക്കെ 130 km ആയിരിക്കുന്നത് കേട്ടോ. കാരണം ഇതൊക്കെ മെയിൻ റൂട്ടല്ലേ. 118 പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ മുന്നിൽ ഒറ്റ വണ്ടിയില്ല കേട്ടോ. ഫുള്ള് ലൈൻ ക്ലിയർ ആണ്. 4:45 ഝാൻസി എത്തിയത് കേട്ടോ. പിന്നെ അവിടെ നിന്ന് പിന്നെ വെച്ചടിച്ചങ്ങ് പൊക്കോളും. ഒന്നുമില്ല കാണാൻ വേണ്ടി. ഭയങ്കര മടുപ്പാണ്. ഞാൻ പറയട്ടെ, സത്യം പറയാം, ഈ AC കോച്ച് AC ടൂട്ടേനകത്തുള്ളവരെല്ലാം ഭയങ്കര അലമ്പ് ടീംസാണ്. ഇവർക്ക് എല്ലാവരും മറ്റേ പാൻ മസാല ചവച്ച് പാൻ മസാല വിൽക്കാൻ വരുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട്. അവരുടെ നിന്ന് മേടിച്ച് പെണ്ണുങ്ങൾ വരെ ചവച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര സ്മെല്ലിനകത്ത് ഒരു രക്ഷയില്ല. എങ്ങനെയായാലും എറണാകുളത്തിൽ ഭയങ്കര എനിക്ക് ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എങ്ങനെ സാധിക്കുന്നത് ഞാൻ അത് ആലോചിക്കണേ. അത് ഇവർക്ക് അകത്ത് തുപ്പിയിടുന്നില്ല ഭാഗ്യത്തിന്. ഈ വാഷ് ബേസിലും അവിടെ ഇവിടെ എല്ലാം കൊണ്ട് തുപ്പിയിടും. പുറത്തോട്ട് തുപ്പിയിടുതോ അത് ചെയ്യത്തില്ല. ഞാൻ ഇത്രയും ട്രാവൽ ചെയ്തതിൽ എനിക്ക് ഏറ്റവും മോശമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള സോണുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ നമ്മൾ വന്ന നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ സോണും ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയും, അതായത് UP ബീഹാർ ഈ ഏരിയയിലുള്ള സോൺ. അതാണ് ഈ 2 സോൺ. നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയറും അത്ര നല്ലതൊന്നുമല്ലെന്നാണ് കേട്ടിട്ടുള്ളത്. നമുക്കത് ഇനി അടുത്ത മാസം അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഈ 2 സോണ് ഭയങ്കര ശോകമാണ്.
ഇവരുടെ സ്റ്റേഷനിലാണേലും പ്രധാനപ്പെട്ട സ്റ്റേഷനിലാണേലും ഒരു സൗകര്യവും ഇല്ല. ട്രെയിനുകളൊക്കെ ഭയങ്കര പുവർ മെയിൻ്റനൻസ് ആണ്. ആൾക്കാരും ശരിയല്ല. റെയിൽവേ ജോലിക്കാർ പോലും അവർ ചെയ്യുന്നൊരു ജോലിയോട് ഒരു ഉത്തരവാദിത്വമില്ല. അതാണ് നമ്മൾ രാവിലെ കംപ്ലൈൻ്റ് ഇട്ട് ആരും വരാനത്. എനിക്കറിയത്തില്ല എന്താണ് ഇങ്ങനെ. ഈ 2 സോഡ് ഭയങ്കര മോശമാണ്. ഇതിലെ യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചോ, നിങ്ങൾ മനസ്സിലാവും. നമ്മുടെ ധൻബാദ് ആലപ്പുഴയൊക്കെ ഈസ്റ്റ് സെൻട്രലിൻ്റെയാണ്. അത് ആ വണ്ടി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ധൻബാദ് ആലപ്പുഴ സൗത്ത് ഈസ്റ്റേൺ റെയിലൊക്കെ പിന്നെയും ഭേദമുണ്ട്. മറ്റേ ടാറ്റാനഗറൊക്കെ അതിൻ്റെയാണ്. സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ ഈസ്റ്റേൺ റെയിലൊക്കെ കുറച്ചുകൂടെ ഭേദമുണ്ട് വൃത്തിയുടെ കാര്യത്തിലാണെങ്കിലും സ്റ്റേഷൻ്റെ കാര്യത്തിലാണെങ്കിലും. പക്ഷേ ഈ 2 സോൺ ഭയങ്കര, അവർ ഒരു 80s 90s ആണെന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. അവരുടെ ഒരു സിസ്റ്റം കണ്ടിട്ട് അവരുടെ സ്റ്റേഷനാണെങ്കിലും എല്ലാം പട്ന സ്റ്റേഷൻ കണ്ടില്ല. അവിടെ ഒരു ഇതുമില്ല അവർക്ക്. അവിടെ ഒരു ഫെസിലിറ്റീസ് ഒന്നുമില്ല. ഇത്രയും വലിയൊരു സ്റ്റേഷനാണ്, ഇത്രയും വണ്ടികൾ പോകുന്ന, ഇത്ര ആൾക്കാർ വരുന്ന സ്റ്റേഷനാണ്. പക്ഷേ വണ്ടികളെല്ലാം ഉണ്ട്. വന്ദേ ഭാരത് ഉണ്ട്, അമൃത ഭാരത് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സ്റ്റേഷനുകളിലും വണ്ടിയുടെ മെയിൻ്റനൻസ് ഒന്നും ഭയങ്കര ശോകം. നമ്മൾ ഈ വണ്ടി ഇപ്പോൾ കണ്ടതല്ലേ. ഇത് അകത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്, പക്ഷെ പുറത്ത് ഇതിൻ്റെ ബാത്റൂമൊക്കെ വൻ ശോകം. അത് ആൾക്കാർ മീൻസ് നമ്മൾ കയറാൻ നേരത്തെ കണ്ടത് ആൾക്കാർ വൃത്തികേടാക്കുന്നതല്ല. ഇത് ഇവർ തന്നെ വൃത്തിയാക്കുന്നേ ഇല്ല. അതിൻ്റെ ഫിറ്റിങ്സ് ആണെങ്കിലും ഒന്നും മെയിൻറ്റൈൻഡ് അല്ല. ആൾക്കാർ കയറി പിന്നെ ഒന്നുകൂടെ വൃത്തികേടാക്കുന്നു. ഇനി ഞാൻ കഴിവത് ഈ ഭാഗത്തോട്ട് ഞാൻ വരത്തില്ലായിരിക്കും. കാരണം മടുത്തുപോയി, ഭയങ്കര മടുപ്പ് ഫീൽ ചെയ്യും ഈ ഭാഗത്ത് വരുമ്പോൾ. നമ്മളങ്ങനെ ഫൈനലി ആ ഡൽഹിയിൽ നിന്നും ചെന്നൈയിലേക്ക് പോകുന്ന മെയിൻ ലൈനിൽ കയറാൻ പോവാണ്. ഝാൻസി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഝാൻസിക്ക് തൊട്ട് മുമ്പുള്ള സ്റ്റേഷനിൽ കൊണ്ട് പിടിക്കുകയാണ്. വണ്ടി നേരത്തെ ആയണ്ടേ മെയിൻ ഒരു സ്റ്റേഷൻ എത്താറാകുമ്പോഴേക്കും അവിടെ ഇടയ്ക്ക് പിടിക്കുന്ന സ്വാഭാവികമാണല്ലോ. ഝാൻസി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കാണുന്ന ലൈനാണ് ഗ്വാളിയർന്ന് വരുന്ന ലൈന്. ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം പിടിച്ച് പോകണം. മുന്നിലൊന്നും വണ്ടി ഉള്ളതായിട്ടൊന്നും കാണുന്നൊന്നുമില്ല കേട്ടോ. നല്ല വെട്ടിത്തിളങ്ങുന്ന 2 WG കിടക്കുന്നുണ്ടോ. 2 അടുപ്പിച്ച നമ്പറാണ്. 44125 44126. Train number 12521 ഝാൻസി സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം 2-ലാണ് കേട്ടോ നമ്മുടെ രത്തി സാറിനെ ഇവർ കയറ്റിയത്. രപ്തിസാഗർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് അങ്ങനെ ഝാൻസിയിലെത്തി. ഇനിയിപ്പം നേരെ കിടക്കുന്ന ലൈനാണ്. നേരെ പോയാൽ മതി, ഇനി എങ്ങും തിരികെയില്ല. വണ്ടിക്കകത്ത് മലയാളികളായിട്ട് ഇപ്പോൾ 2-3 പേരെ ഞാൻ കണ്ടു. വേറെ ആരും ഇല്ല കേട്ടോ. എല്ലാവരും അവിടുത്തേരാണ്. ചെന്നൈയിൽ നിന്നൊക്കെ ആൾക്കാർ കയറുന്നത് ഞാൻ ചാർട്ടിൽ കണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞ പോലെ ഈ വണ്ടിയിൽ ശരിക്കും സെക്കൻഡ് AC അത്ര ഫുള്ളൊന്നുമല്ല. ചാർട്ട് വന്നപ്പോൾ 4 സീറ്റ് വേഗൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് RAC-ക്കാരും ഇല്ല. ഇന്ത്യയിലെ 9ാമത്തെ ഏറ്റവും കൂടുതൽ ദൂരം ഓടുന്ന വണ്ടിയാണ് നമ്മൾ ഈ ചെന്നിരിക്കുന്നത് ബറോണി എറണാകുളം രപ്തിസാഗർ കേട്ടോ. 9th ലോങ്ങസ്റ്റ് റണ്ണിങ് ട്രെയിൻ. ഇവിടൊക്കെ പിന്നെയും ഭേദമുണ്ട്, മനസ്സിലായി. ഇതൊക്കെ മെയിൻ റൂട്ടായതുകൊണ്ട് സ്റ്റേഷനൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. എല്ലാം തൂത്തടച്ച് വൃത്തിയാക്കിയിടും. ഇവിടെ അങ്ങനെ പാൻപരാഗ് തുപ്പിയ ആ ഒരു സീനൊന്നും ഇവിടെ അങ്ങനെ ഇല്ല കേട്ടോ. സ്റ്റേഷനാണെങ്കിലും വലിയ അലമ്പൊന്നുമില്ല. അത്യാവശ്യം ഫെസിലിറ്റീസ് ഉണ്ട്, കടകളൊക്കെ ഉണ്ട്, എസ്കലേറ്റർ ഉണ്ട്, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് എനിക്ക് തോന്നുന്നു ഇത് മെയിൻ റൂട്ടായതുകൊണ്ടായിരിക്കും. മെയിൻ റൂട്ടല്ലേ ഡൽഹി ചെന്നൈ, ആ ഒരു മെയിൻ റൂട്ടല്ലേ, ഇഷ്ടംപോലെ വണ്ടികൾ പോകുന്ന റൂട്ടും കൂടെ അല്ലേ, അതായിരിക്കും. പക്ഷെ ബീഹാറിലെ റെയിൽവേ സിസ്റ്റം ഒക്കെ ഭയങ്കര മോശമാണ് കേട്ടോ. ബീഹാറിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോയാൽ ഇതിലും മോശമായിരിക്കും. മെയിൻ ഭാഗം തന്നെ എന്തുമായിരുന്നു അല്ലേ. ഇതുണ്ട്, ഇത് പ്രയാഗ്രാജ് നിന്ന് ഗ്വാളിയർ പോകുന്നൊരു എക്സ്പ്രസ് ആണേ.
ജാൻസിയുടെ ഒരു WP4 ഇവിടെ പോകുന്നതാണ്ടാ. ICF വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു ഡേ ടൈമിന് ഓടുന്ന വണ്ടിയാന്ന് തോന്നുന്നു കേട്ടോ. ഒട്ടുമിക്ക എല്ലാ കോച്ചും ജനറലാണ്. ജാൻസിയിൽ നിന്ന് നമ്മുടെ രപ്തിസാഗർ പുറപ്പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പം ലളിത്പൂർ കഴിഞ്ഞാൽ പിന്നെ ഭോപ്പാൽ രാത്രി 9 മണിക്ക് എത്തിയ വണ്ടി. ഇപ്പൊ G12 ഒക്കെ G9 പോലെ ആയി കേട്ടോ. എവിടെ നോക്കിയാലും കാണുന്ന അവസ്ഥയായി. പണ്ടൊക്കെ റെയർ ആയിരുന്നു. ഇപ്പൊ എവിടെ തിരിഞ്ഞാലും ഇതേ ഉള്ളു. കേരളത്തിൽ ഇതേ ഉള്ളു ഇപ്പൊ. ഇങ്ങനെ രപ്തിസാഗർ 130 km/h പറക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇനി അങ്ങ് ചെന്നൈ കഴിഞ്ഞ് ജോളാർപേട്ട വരെ 130 സ്പീഡ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് സ്പീഡ് കുറയും, 110 ഒക്കെ വരും. എന്നാലും മാക്സിമം ടോപ്പ് സ്പീഡ് 130 ആണ്. നമ്മളിപ്പോൾ രാജസ്ഥാനിലെ ലളിത്പൂരിൽ വന്നിരിക്കുകയാണ്. ഇവിടെ എത്തുന്നത് ഏകദേശം 1 മണിക്കൂർ അടുപ്പിച്ച് ലേറ്റ് ആയിട്ടോ കേട്ടോ. വരുന്ന വഴിക്കെല്ലാം പിടിച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂർ അടുപ്പിച്ച് ലേറ്റ് ആവും. പക്ഷേ ഭോപ്പാൽ എത്തുമ്പോഴേക്ക് ലേറ്റ് കുറയും, കാരണം ടൈം കൊടുത്തിട്ടുണ്ട് അവിടെ. നമ്മളും ഗുഡ്സും കൂടെ പാരലായിട്ട് പോകുന്നത് കേട്ടോ. ഈ ഗുഡ്സിനും പച്ച കിടക്കുക, ആ ഗുഡ്സ് വേറെ ഏതെങ്കിലും അതിൽ കൂടെ പോകുന്നതാണ് തോന്നുന്നു. അല്ലെങ്കിൽ ഇവിടെ ഗുഡ്സ് ലൈൻ കാണും സെപ്പറേറ്റ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ പറയണം. ഞാൻ ഗൂഗിളിൽ നോക്കി കണ്ടുപിടിച്ച് വിവരങ്ങൾ വെച്ച് പറയുകയാണ്. പണ്ട് ഈ രപ്തിസാഗർ എന്ന് പറയുന്നത് ഒറ്റ വണ്ടിയായിരുന്നു. അത് കൊച്ചിൻ ഹാർബർ ടെർമിനൽസിൽ നിന്ന് ഗോരഖ്പൂർ വരെ 4 ദിവസം ഓടിക്കൊണ്ടിരുന്ന വണ്ടിയായിരുന്നു. അന്നത് 4 നമ്പറായിരുന്നു. അന്ന് പണ്ടെല്ലാം 4 നമ്പറായിരുന്നല്ലോ. 2511 2512 എന്ന് പറഞ്ഞ് രപ്തിസാഗറായിട്ട് ഓടിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഈ 4 ദിവസം ഓടുന്നതിൽ നിന്ന് ഇവർ ഒരു വണ്ടിയും കൂടെ അതിലൊരു ദിവസം ഇത് ബറോണിക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അതാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ബറോണി എറണാകുളം രപ്തിസാഗർ. എന്നിട്ട് അതിൽ നിന്ന് ഒരു വണ്ടി എടുത്തിട്ട് അവർ തിരുവനന്തപുരത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരെണ്ണം എറണാകുളത്ത് നിന്ന്. അങ്ങനെ 2 രപ്തിസാഗറാണ് ഇപ്പോൾ ഉള്ളത്. പണ്ട് അത് കൊച്ചിൻ ഹാർബറിൽ നിന്നായിരുന്നു. പിന്നെ അത് അവിടെ നിന്ന് മാറ്റി ഒരെണ്ണം ട്രിവാൻഡ്രത്തേക്കും ഒരെണ്ണം എറണാകുളത്ത് എന്നുള്ള രീതിയിലാക്കി. അപ്പോൾ 91-ലാണ് ശരിക്കും രപ്തിസാഗർ ശരിക്കും തുടങ്ങുന്നത്. പണ്ട് മുതലുള്ള വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള, ഇതിനെക്കാട്ടും കുറച്ചുകൂടി ഫേമസ് ഗോരഖ്പൂർ രപ്തിസാഗറാണ്. ഇത് ഫേമസ് ആണ്, പക്ഷേ ഇത് വീക്ക്ലി സർവീസ് ആണല്ലോ. മറ്റേത് അങ്ങനെയല്ലല്ലോ. ഇതൊരു സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറി വരുന്ന ട്രെയിനാണെങ്കിലും ഇഷ്ടംപോലെ സ്റ്റോപ്പ് ഉണ്ട്, ഇഷ്ടംപോലെ സമയം എടുക്കും. അതാണൊരു പ്രശ്നം. കുറച്ചുകൂടെ സ്റ്റോപ്പ് കുറച്ചൊക്കെ ആയിരുന്നെങ്കിൽ വണ്ടി കുറച്ചുകൂടെ അടിപൊളിയായേനെ. പക്ഷെ ഇത് നമ്മളല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇത് ഈസ്റ്റ് സെൻട്രൽ ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടിയല്ലേ. വണ്ടി ഇപ്പം നല്ല ലേറ്റ് ആണ്. 1 മണിക്കൂർ 20 മിനിറ്റ് ലേറ്റ് ആണ്. ഭോപ്പാൽ എത്തുമ്പോഴേക്കും ഭോപ്പാൽ എന്തായാലും ഓൺ ടൈം എത്തത്തില്ല. രാവിലെ ആകുമ്പോഴെങ്കിലും റൈറ്റ് ടൈം ആയാൽ മതി കേട്ടോ. അതായത് ചെന്നൈ റൈറ്റ് ടൈം എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഇട്ടങ്ങൂരിട്ടോ എല്ലാ സ്റ്റേഷനും കൊണ്ട് പിടിച്ചാൽ പോകുന്നത്. എനിക്കറിയില്ല എന്താന്ന്. ഗോരഖ്പൂർ കൊച്ചുവേളി രപ്തിസാഗറും ബറോണി എറണാകുളം രപ്തിസാഗറും 2 ഒരേ ടൈം സ്ലോട്ടിലാണ് ഓടുന്നത് കേട്ടോ. ശ്രദ്ധിച്ചാൽ മതി. 2ൻ്റെയും ടൈം സ്ലോട്ട് സെയിം ആണ്. പണ്ടത്തെ ആ ഒരു ഇത് തന്നെയാണ്. ഡേ മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ അഹല്യനഗരി എക്സ്പ്രസ് ഉണ്ടല്ലോ, ഇൻഡോർ കൊച്ചുവേളി, അതും സെയിം ടൈം സ്ലോട്ട്. ഇത് 3ഉം സെയിം ടൈം സ്ലോട്ടാണ്. ഒരു വണ്ടിയും കൂടെ ഉണ്ട്, കോർബ കൊച്ചുവേളി, അതും സെയിം ടൈം സ്ലോട്ടാണ് കേട്ടോ. ഈ 4 വണ്ടികളും ഒരേ ടൈം സ്ലോട്ടിൽ പല ദിവസങ്ങളാണ് ഓടുന്നത്. പുഷ്പക് എക്സ്പ്രസ് എന്നൊരു വണ്ടിയാണ് പോകുന്നത്. നമ്മൾ ഭോപ്പാല് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചറവറ വണ്ടി പോകുന്നുണ്ട്. ഇപ്പോൾ കുറെ ഡീസലൊക്കെ വെച്ച് കുറെ ഗുഡ്സ് ട്രെയിനും പോകുന്നുണ്ട് കേട്ടോ. രപ്തിസാഗർ എക്സ്പ്രസ് അങ്ങനെ ഭോപ്പാൽ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. 9:41 ആയപ്പോഴാണ് എത്തിയ വണ്ടി. ഏകദേശം 1 മണിക്കൂർ അടുപ്പിച്ച് ഡിലേ ഉണ്ട്. ഈ ഡിലേ രാവിലെ ആകുമ്പോൾ കുറഞ്ഞോളും. രാവിലെ ആകുമ്പോൾ മറ്റേ ബൽഗർഷ എത്തുമ്പോഴേക്കും ഇത് കുറഞ്ഞോളും. രാത്രി തേപ്പൊന്നും കിട്ടിയില്ലെങ്കിൽ. രാത്രി കഴിക്കാനുള്ള ഭക്ഷണം ഇവിടെ നിന്നാണ് മേടിച്ചത് കേട്ടോ. ഒരു മാഗി നൂഡിൽസ് മേടിച്ചു. അപ്പോൾ അത് 9:45 ആയപ്പോഴാണ് കിട്ടിയത്. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഹിമസാഗർ എക്സ്പ്രസ് വരാൻ നേരത്തെ ഇതേപോലെ ഈ
ഇറ്റാർസി ആ റൂട്ടിൽ എന്തോ പണി കിട്ടിയിട്ട് 6-6.5 മണിക്കൂർ ലേറ്റ് ആയിരുന്നേ. ഒന്നും ആവായിരുന്നാൽ മതി. എന്നിട്ട് രസം കേക്ക്, കേരളത്തിലെത്തിയപ്പോഴേക്കും അതിൻ്റെ പകുതി മുക്കാലോളം ഡിലേ കുറഞ്ഞു. കേരളത്തിൽ എത്തിയപ്പോൾ ആകെ 2-3 മണിക്കൂർ ഡിലേ ഉള്ളൂ. ഒന്ന് ആലോചിക്കുക എത്ര ടൈം ആ വണ്ടിക്ക് കൊടുത്തേക്കുന്നതെന്ന്. ഭോപ്പാൽ ജംഗ്ഷനൊക്കെ വരുന്നത് വെസ്റ്റ് സെൻട്രൽ റെയിൽവേ സോണിലാണ്. നമ്മൾ ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ നമ്മൾ പല റെയിൽവേ സോണിൽ കൂടെ ഇങ്ങനെ കടന്നു പോകും. വെസ്റ്റ് സെൻട്രൽ, നോർത്ത് സെൻട്രൽ, SCR, അങ്ങനെ ലാസ്റ്റ് SR, സദേൺ റെയിൽവേയിലൊന്ന് കയറും. വണ്ടിക്കകത്തെ കുറേ പേരൊക്കെ വണ്ടിയിൽ തന്നെ ഭക്ഷണം മേടിക്കുന്നുണ്ട്. ഞാൻ മേടിച്ചില്ല. അതായത് എനിക്ക് മേടിക്കാൻ ഇത് ഇന്ന് രാത്രി മാഗി, നാളെ രാത്രി ഇഡ്ഡലി വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ. നാളെ രാത്രി ചെന്നൈയിലല്ലേ പോകുന്നത്. ചെന്നൈയിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന് അറിയത്തില്ല, നോക്കാം. ഇപ്പൊ സമയം രാത്രി 11:30 കഴിഞ്ഞു. നമ്മളിപ്പോ ഇറ്റാർസി ജംഗ്ഷനിലെത്തി. ഇറ്റാർസിയില് ക്രൂ ചേഞ്ച് ഒക്കെ ഉള്ള സ്റ്റേഷനാണ്. ക്രൂ ചേഞ്ച്, വെള്ളം നിറയ്ക്കുന്നുണ്ട്. രാത്രിയിൽ ഇഷ്ടം പോലെ വണ്ടിയൊക്കെ പോകുന്നൊരു സമയമാണ് കേട്ടോ. നമ്മുടെ ഇപ്പുറത്ത് ഏതാണ്ട് ഇപ്പോൾ ഇവിടുന്ന് ഡിപ്പാർട്ടായി പോകുന്ന വണ്ടി മുംബൈ LTT ജയ്നഗർക്ക് പോകുന്നൊരു എക്സ്പ്രസ് ആണ്. മറ്റേ നേപ്പാൾ ബോർഡർ അങ്ങോട്ടേക്ക് പോകുന്നൊരു വണ്ടിയാണ് ഈ പോകുന്നത്. ഇതിന്റെ സ്ലീപ്പറും ജനറലും എല്ലാം നല്ല തിരക്കാണ് കേട്ടോ. സ്ലീപ്പറിലൊക്കെ നിറച്ച ആൾക്കാർ. ജനറലൊക്കെ നോക്കിയേ, ബീഹാർ പോകുന്ന വണ്ടിയല്ലേ. രാത്രിയായപ്പോൾ കുറച്ച് തണുപ്പുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട്. പകലൊക്കെ എന്തോ ചൂടാ. ഇന്നലെ രാത്രിയിലും ചൂടായിരുന്നു. ഇന്ന് സ്വല്പം തണുപ്പുണ്ട് ഇവിടെ ഇറ്റാർസിയൊക്കെ ആയപ്പോൾ. രത്തിസാഗർ വെളുപ്പിനെ ഒരു 4 മണി റേഞ്ചിൽ നാഗ്പൂർ എത്തും കേട്ടോ. ഇപ്പൊ രാവിലെ കാണാം. ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. രാവിലെ നമ്മൾ എണീക്കും മിക്കവാറും മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ നമ്മൾ സേവഗ്രാം എന്നൊരു സ്ഥലം എത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്തിയപ്പോൾ നാഗ്പൂർ കഴിഞ്ഞിട്ടാണിത്. നാഗ്പൂർ കഴിഞ്ഞ് വണ്ടി ഇവിടേക്ക് പിടിച്ചിട്ട് ലാസ്റ്റ് ഇപ്പോൾ വണ്ടി 1 മണിക്കൂർ ലേറ്റ് ആണ് കേട്ടോ. മിക്കവാറും ചന്ദ്രപൂർ ബല്ലർഷയൊക്കെ എത്താൻ വേണ്ടി ലേറ്റ് ആവും. ഇപ്പോൾ 6 മണി സമയം. സേവഗ്രാം ജംഗ്ഷനിൽ കയറിക്കൊണ്ടിരിക്കുക. മുമ്പൊക്കെ ഞാൻ ട്രെയിനിനകത്ത് നിന്ന് കൊണ്ടുവരുന്ന മറ്റേ നോർമൽ ചായ മേടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞാനിതാ മേടിക്കുന്നത് 20 രൂപയുടെ ചായ. ഇതാകുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട്. മറ്റേത് എന്തുവാ മധുരം കലക്കിയ വെള്ളം, മറ്റേ പ്രീമിക്സ് ചായ അല്ലേ, പൊടി കലക്കിയിട്ട് എടുത്തു തരുന്ന ചായ. ഇതാണ് കുറച്ച് നല്ലത്. നമ്മൾ നാഗ്പൂർ വിട്ട് മഹാരാഷ്ട്രയിലാണ് കേട്ടോ. ഇവിടെ മഹാരാഷ്ട്ര വന്നപ്പോഴേക്കും വെയിലൊന്നുമില്ല, മഴയുടെ ഒരു ലക്ഷണം കാണുന്നുണ്ട്. ചെറിയൊരു തണുപ്പുണ്ട്, നല്ല പ്ലസന്റ് ക്ലൈമറ്റ് കേട്ടോ. ഇപ്പോൾ രത്തിസാഗറിന്റെ ലേറ്റ് എന്ന് പറയുന്നത് 56 മിനിറ്റ് ആണ്. അതിന് ബൽഗർഷ ഉണ്ടല്ലോ തൊട്ടടുത്ത സ്റ്റേഷൻ, അവിടെ എത്തുമ്പോഴേക്കും നോക്കിയോ ഡിലേ കുറയും. നോക്കിക്കണം അതുപോലെ ടൈം ഇവിടെ നിന്ന് 1 മണിക്കൂറാണ് ഇവിടുത്തെ ചന്ദ്രപൂർ നിന്ന് ബല്ലർഷ വരെ. ശരിക്കും ഇവിടെ കുറച്ച് നേരത്തെ എത്തേണ്ടതാണ്, പക്ഷെ നമ്മുടെ വണ്ടി കുറച്ച് ലേറ്റ് ആയിപ്പോയി.
1. Baroni Junction, Ernakulam, Rakhisagar Superfast Express is arrived on platform number 1. Shriya, गाड़ी क्रमांक 1228 Baroni Junction, Ernakulam, Rakhisagar Superfast Express platform क्रमांक 1 पर आली आहे. നമ്മൾ ബൽക്കർച്ച് എത്തിയപ്പോഴേക്കും വേണ്ട ആ പോകുന്ന വണ്ടി ചെന്നൈയിൽ നിന്ന് ജയ്പൂർ പോകുന്നൊരു എക്സ്പ്രസ് ആണ് പോകുന്നത്. നമ്മൾ ബൽക്കർച്ച് എത്തിയത് 7:47 7:35 അടുത്ത ടൈം. അതായത് 1 മണിക്കൂർ ഡിലേ. ഇപ്പോൾ 12 മിനിറ്റായി. ചന്ദ്രപ്പൂർ വരെ 1 മണിക്കൂറായിരുന്നു ഈ വണ്ടിയുടെ ലേറ്റ്. ഇപ്പോൾ ഏതാണ്ട് 12 മിനിറ്റ് വരെ. എന്താല്ലേ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ക്രൂസ് ചെയ്യുന്നുണ്ട്. ഈ ബൽക്കർച്ച എന്ന് പറയുന്ന ഒരു ബോർഡർ സ്റ്റേഷനാണ്. ഈ മഹാരാഷ്ട്രയുടെയും പിന്നെ ഈ സോണിൻ്റെയും സൗത്ത് സെൻട്രൽ റെയിൽവേയുടെയും സെൻട്രൽ റെയിൽവേയുടെയും സ്റ്റേഷനുള്ള സെൻട്രൽ റെയിൽവേയിലാണ്. ഇപ്പോൾ ഇവിടുന്ന് സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ക്രൂവാണ് ഇവിടെ നമ്മുടെ വണ്ടിക്ക് കയറുന്നത്. ഇവർ മിക്കവാറും വാറങ്കലോ അല്ല അവിടെ വരെ വല്ല ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ രപ്തി സാറിൻ്റെ ഫസ്റ്റ് AC കേട്ടോ. ഭയങ്കര ശോകമാണ്. അതിൻ്റെ പുറയിലത്തെ ജനറലാണ് കാണുന്നത് കേട്ടോ. പക്ക വിവേകിൻ്റെ ജനറൽ വരുന്നത്. ഫുള്ള് ആൾക്കാരെ താഴോട്ടൊന്നും നോക്കാനേ പറ്റത്തില്ല. അതുപോലെ വൃത്തികേടാണ്. ബയോ ടോയ്ലറ്റൊക്കെ പൊട്ടി ഒഴുകി. ഓ എൻ്റെ ദൈവമേ, ഇതിലേക്കൂടെ നടക്കുമ്പോൾ തന്നെ എൻ്റെ മൂക്കങ്ങ് വല്ലാണ്ടാകുന്നു. ആ കോച്ചിൻ്റെയൊക്കെ പടുതി ഉണ്ടോ, ഫുള്ള് പക്ക വിവേക് പോലെ. ഒരു വിവേകിൻ്റെ ഒരു ലൈറ്റ് വേർഷനാണ് ഈ വണ്ടി. ഇതിലെ ട്രെയിൻ ബോർഡിലുള്ള അമ്പലങ്ങളാണ് രണ്ടും കൊടുത്തേക്കുന്നത്. ഏത് അമ്പലങ്ങളാണെന്ന് മനസ്സിലാകുന്നില്ല. നമ്മുടെ അവിടുത്തെ ഏത് അമ്പലത്തിൻ്റെ പടം കൊടുത്തേക്കുന്നുണ്ട് അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണേ. ഇവരെല്ലാവരും നമ്മുടെ അങ്ങോട്ടേക്കുള്ള അതിഥി തൊഴിലാളികളാണല്ലോ, കണ്ടാൽ അറിയാം. എല്ലാവരും അങ്ങോട്ടാണ്. നമ്മൾ വിവേകിൻ്റെ ജനറലി കാണുന്ന പോലെ തന്നെ സെയിം കാഴ്ചകളാണ് കേട്ടോ. ഭയങ്കര വൃത്തിയോടാണ്. ഭയങ്കര സ്മെല്ലാണ് ഇവിടെ നിൽക്കുമ്പോൾ. കാരണം മൊത്തം ഈ പാൻപരാഗിൻ്റെയും അതിൻ്റെയൊക്കെ സ്മെല്ലാണ്. ബയോ ടോയ്ലറ്റ് പൊട്ടി ഒഴുകുന്നതിൻ്റെ ആ വൃത്തിയായിട്ട സ്മെല്ലും ഉണ്ട് ഇവിടെ. പിന്നെ കക്കൂസിൻ്റെ ഡോറൊന്നും എന്തായാലും ഇതിലായിട്ട് പൊട്ടിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. സാധാരണ ബീഹാറിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ കക്കൂസിന് അടുത്ത് ജനലൊക്കെ പൊട്ടിയായിട്ട് ഇരിക്കുന്നത്. ഈ കോച്ചൊന്നും എനിക്കൊന്ന് കഴുകിയിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു, മനസ്സിലായോ? എനിക്കൊന്ന് ഇത് ഓവർഹോളിലും കയറ്റാറില്ലെന്ന് തോന്നുന്നു. അതുപോലത്തെ ചെളിയാണിതേൽ. കഴുകിയിട്ട് എന്ത് കാര്യം, കഴുകിയാലും വീണ്ടും പാൻപരാഗ് കാരണമാണ് ഈ കോച്ചയിൽ മൊത്തം ഈ കളറായി കറയായിട്ടിരിക്കുന്നു കേട്ടോ. അല്ലാണ്ട് വേറൊന്നുമല്ല. അത് നല്ല ബെസ്റ്റ് കളറുള്ള കോച്ചാണ് കൊടുത്തേക്കുന്നത്, അന്ത്യോദയുടെ വരെ. ഇവിടെ ബൽക്കർച്ചയിൽ വേണ്ട ആ അപ്പുറത്ത് കിടക്കുന്ന വണ്ടി ഏതെന്നറിയോ? ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസ് ആണ്. നമ്മളെ യാത്ര ചെയ്തിട്ടുണ്ട് ഇതിന്. ഗ്രാൻഡ് ട്രങ്കിന് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വണ്ടിയാണ്. നല്ല ലെജൻഡറി വണ്ടി. പണ്ട് പാകിസ്ഥാനിലേക്ക് ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. ഇതിന്റെ വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ജനറലിൽ അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ, പോകാൻ വയ്യ. അതുപോലത്തെ സ്മെല്ലാണ്. സമ്മതിക്കണം കേട്ടോ. ഇത് ഒരു അണ്ടർ റേറ്റഡ് വിവേകാണ് ഈ സാധനം കേട്ടോ. അണ്ടർ റേറ്റഡ് സാധനമാണ്. ഭയങ്കര വൃത്തികേടാണ്. ഇനി അങ്ങോട്ട് പോകത്തില്ല. ഒറ്റ തവണ പോയതുള്ളൂ. മതിയായി. കാണാൻ പറ്റാത്ത കാഴ്ചകളൊക്കെയാണ് അതിൻ്റെ അടുത്തുള്ളത്. പണ്ട് കാര്യമില്ല, എന്ത് ചെയ്യാനാ, വണ്ടി ഇങ്ങനെ ആയിപ്പോയി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് മഞ്ചേരിയാലിന് എന്നൊരു സ്റ്റേഷനിലാണ്. 9:15 എത്തുവോടെ. അപ്പോൾ അവിടെ നിന്ന് രാവിലെ ഫുഡ് കിട്ടും. എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടും കുറച്ചുകൂടെ ഭേദമായിരുന്നു ധൻബാദ് ആലപ്പുഴയെന്ന് തോന്നുന്നു കേട്ടോ. അന്ന് നിങ്ങൾ വീഡിയോ കണ്ടല്ലേ, കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു ധൻബാദ് ആലപ്പുഴയൊക്കെ. നമ്മളങ്ങനെ ബൽക്കർച്ചയിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 8 മണി കറക്റ്റ്. ഈ റോഡിൻ്റെ ഒരു WP7 ആണ് കേട്ടോ, മറ്റേ ഗ്രാൻഡ് ട്രങ്കിൻ്റെ ലോക്കോയെ. നമ്മുടെ സദേൺ റെയിൽവേയുടെ വണ്ടിയും ഈ വണ്ടിയുടെയും വൃത്തി നിങ്ങളൊന്ന് മനസ്സിലാക്കുക കേട്ടോ. അതിൻ്റെ ജനറലൊക്കെ എന്ത് വൃത്തിയെന്ന് നോക്കിയേ.
കണ്ടോ ഒക്കെ സ്ഥിരം കഴുകുന്നതാണ് കണ്ടോ. പുറത്തൂടെ ആണെങ്കിലും നല്ല ക്ലീനാണ്. സ്ലീപ്പറൊക്കെ കണ്ടോ നോക്കിയേ. അതാണ് ഈ ഇവരുടെ വണ്ടിയും ആ വണ്ടിയും തമ്മിലുള്ള വ്യത്യാസം. തേച്ചൊരച്ച് കഴുകത്തില്ലേലും ജസ്റ്റ് ഒന്ന് വെള്ളമിട്ടാണേലും ഒന്ന് കഴുകും, അതെന്തായാലും ഉറപ്പാണ്. ഇനി ലപ്തി സാഗറിന്റെ അടുത്ത സ്റ്റോപ്പ് തെലങ്കാന ബോർഡറിലുള്ള സിർപ്പൂർ കാഗസ് നഗർ സ്റ്റേഷനിലാണ്. എനിക്കൊന്ന് ആ ട്രെയിൻ ബോർഡിൽ കൊടുത്തേക്കുന്ന എറണാകുളത്തിനടുത്ത് ആ അമ്പലത്തിൻ്റെ ഫോട്ടോ, മറ്റേ എറണാകുളത്തപ്പൻ്റെ അമ്പലത്തിൻ്റെ ഫോട്ടോ ആണെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. ഞാൻ കുറേ നോക്കിയിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ഏതിലാവട്ടെ. ലപ്തിസാഗറിൻ്റെ സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് സ്റ്റോപ്പ് എത്തുകയാണ് സിർപ്പൂർ കാഗസ് നഗർ. നമ്മളിപ്പോൾ തെലങ്കാന സംസ്ഥാനം കയറിയിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതേപോലെ കുറേ സാമാനം കാണാൻ പറ്റും. ബോക്സ് ഉണ്ട് കേട്ടോ. ഈ നമ്മൾ ഈ പോകുന്ന ഈ സൗത്ത് ഇപ്പം നമ്മൾ സൗത്ത് സെൻട്രൽ റെയിൽവേ സോണിൽ കയറി. ഇനിയിപ്പോൾ എല്ലാ സ്റ്റേഷനിലും ഓരോന്ന് വിധം കാണും കേട്ടോ. ഇഷ്ടംപോലെ ഈ കൽക്കരി കൊണ്ട് പോകുന്ന ഈ ബോക്സ് ഉള്ള ഒരു സ്ഥലമാണ് ഈ നമ്മൾ ഈ പോകുന്ന റൂട്ടെന്ന് പറയുന്നത്. എവിടെ നോക്കിയാലും ഇതേ കാണത്തുള്ളൂ. മിനിമം എല്ലാ സ്റ്റേഷനിലും ഒരെണ്ണം വീതം കാണും കേട്ടോ. അതാണ് കണക്ക്. സ്ഥിരം കാണുന്നതാണ്. പുതിയ വാഗൻസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള വാഗൻസ്. സാധാരണ ഈ കലക്കരി ഉണ്ടാകുന്ന ഇതേപോലത്തെ വാഗൻസ് ഒക്കെ ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ ടൈപ്പൊക്കെ ആയിരിക്കും. പക്ഷെ ഇത് അങ്ങനത്തെ അല്ല, അത്യാവശ്യം കൊള്ളാം. ഇത് എനിക്ക് തോന്നി ഇത് ഉണ്ടോ ലോക്കോ അടക്കം ഇവിടെ കൊണ്ട് നടുക്കൊണ്ടിട്ടേക്കും. എനിക്ക് തോന്നി ഇത് ഇവിടെ കൊണ്ടിട്ട് ഇനി ക്രൂ ഒക്കെ എവിടെ പോയോന്നോ. അത് ഇതിന് സമയമുണ്ട് എന്താണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ എന്തുവാന്ന്. കണ്ടാ അജ്നിയുടെ ലോക്കോ കേട്ടോ, അജ്നി. നമുക്കൊരു ഓവർടേക്ക് കാണും കേട്ടോ. പുറകിൽ മറ്റേ നിസാമുദ്ദീൻ ചെന്നൈ ദുരന്തമുണ്ട്. കുറച്ച് പുറകിലാണ്, പക്ഷെ ആദ്യം ചെന്നൈ എത്തുന്നത് ദുരന്തമാണ്. അപ്പോൾ ദുരന്തം മിക്കവാറും കയറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. എവിടെയെങ്കിലും വെച്ച് ഓവർടേക്ക് അടിക്കായിരിക്കും. മഞ്ചേരിയാൽ എന്നൊരു സ്റ്റേഷൻ നമ്മൾ എത്തി. ഇപ്പം ഇവിടെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. പുള്ളി ഡോറിൻ്റെ അടുത്ത് വന്ന് നിൽക്കണം എന്ന് പറയാറ്. ഡോറിൻ്റെ അടുത്ത് വന്ന് ഇന്ന് കൊണ്ട് തന്നു, ഇഡ്ഡലി കൊണ്ട് തന്നു കേട്ടോ. ഇഡ്ഡലി ഓർഡർ ചെയ്തേ. ഞാൻ ഇഡ്ഡലിയും വടയാണ് പറഞ്ഞത്. ഇതിനകത്ത് വടയാന്ന് തോന്നുന്നു, ഇതിനകത്ത് ഇഡ്ഡലി, പിന്നെ സാമ്പാറും കുറേ ഉണ്ട് കേട്ടോ. ചമ്മന്തിയും എന്തൊക്കെയോ ഉണ്ട്. തുറന്ന് നോക്കട്ടെ. 4 ഇഡ്ഡലിയും 4 വടയൊക്കെ വെച്ചേക്കുന്നത്. ദൈവമേ, ഇതെന്ത് കൊള്ളാം കേട്ടോ. ഇഡ്ഡലിയും വടയും ഒരു കോംബോ ആയിട്ടാൻ പറഞ്ഞത്, പക്ഷെ 4 എണ്ണം ഉണ്ട്. നല്ല കട്ടി ചമ്മന്തി, സാമ്പാർ, പിന്നെ ഇത് എന്തോ തക്കാളി ചമ്മന്തി അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. 2 പാക്കറ്റ് സാമ്പാർ, 2 പാക്കറ്റ് ചമ്മന്തി ഉണ്ട് പോലെ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സുഖമാണ്. ഇവരുടെ ചമ്മന്തിക്കത് മറ്റേ കപ്പലിൻ്റെ കടല അങ്ങനെ അരച്ചിടും. കുഴപ്പമില്ല ചമ്മന്തി. സാമ്പാറുള്ള ഗോദാവരി നദിയാണ് ഈ കാണുന്നത് കേട്ടോ. നിറച്ച് വെള്ളമാണ്, കലങ്ങിയുള്ള വെള്ളമാണ് കേട്ടോ. ഇതിലൂടെ നല്ല മഴയാന്ന് തോന്നുന്നു, അതാണ് ഇത്രയും വെള്ളം. നോക്കി തോന്നുന്നു നീളോ നോക്കി. എൻ്റെ ദൈവമേ, കുറേ ഉണ്ട് കേട്ടോ. അയ്യോ, കടൽ കൂടെ കിടക്കുമോ. എനിക്ക് കലങ്ങി നല്ല സ്പീഡിലാണ് വെള്ളം ഒഴിക്കുന്നത്. ട്രെയിൻ ഉണ്ടോ പയ്യെ പോകുന്നത് കേട്ടോ. എനിക്കൊന്ന് വാട്ടർ ലെവൽ നല്ലപോലെ ഉണ്ടാവും, അതാണ് ട്രെയിൻ പയ്യെ പോകണം. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ 4 തരം സാമ്പാറുണ്ട്. ഒന്ന് നമ്മുടെ അവിടെ കിട്ടുന്ന, കേരളത്തിൽ കിട്ടുന്ന കുറച്ച് കട്ടി സാമ്പാർ, അത്യാവശ്യം എരിവൊക്കെ ഉള്ളത്. തമിഴ്നാട്ടിൽ പോകുമ്പോൾ തേങ്ങ അരച്ച ടൈപ്പ് നല്ല അടിപൊളി സാമ്പാർ. കർണാടകത്തിലും ആന്ധ്രയിലും കുറച്ച് മധുരിപ്പുള്ള സാമ്പാറാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാമ്പാർ തമിഴ്നാട്ടിലെ കേട്ടോ. പക്ഷെ വെറുതെ കുടിക്കാൻ പറ്റിയ സാമ്പാർ ആന്ധ്രയിലെയും കർണാടകത്തിലേക്ക്. അത് ഇച്ചിരി മധുരമുണ്ട്. പക്ഷേ ഇഡ്ഡലിയോടൊപ്പം ദോശയോടൊക്കെ ബെസ്റ്റ് സാമ്പാർ തമിഴ്നാട്ടിലെ. ഇതിൻ്റെ ഫസ്റ്റ് ഏസിൽ ബാത്റൂം ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ വെള്ളം ഒക്കെ വരുമോ എനിക്ക് അറിയത്തില്ല. ഒന്ന് കുളിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് നോക്കട്ടെ. ഇതൊക്കെ ലൈറ്റൊക്കെ എത്തുന്നുണ്ട്, ഹീറ്ററൊക്കെ കൊള്ളാം കേട്ടോ സംഭവം. ഇത് വർക്ക് ചെയ്യുമോ? ഇത് ഓണാക്കിയിട്ടൊന്നും വെള്ളമൊന്നും വരുന്നില്ല. മിക്കവാറും ഇത് വർക്ക് ചെയ്യുമായിരിക്കും. ഇത് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ഇത് വെച്ചങ്ങനെ കുടിക്കാനാ. എന്തായാലും ചെറിയൊരു കുളി പാസ്സാക്കാം. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ട്രെയിനിൽ കുളിച്ചു കേട്ടോ. ഇത് നൈസായിരുന്നു കേട്ടോ. ഈ ഷവർ വർക്കിംഗ് ആയിരുന്നു, അതുകൊണ്ട് ഈ ടാപ്പായിരുന്നു. ഈ ബാത്റൂം മാത്രം അത്യാവശ്യം വൃത്തിയുണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ട് ട്രെയിനിലൊരു കുളി പാസ്സാക്കി കേട്ടോ. ഇപ്പോൾ ഒന്ന് ഫ്രഷായി.
രപ്തിസാഗർ ഇനി ഒരു 40 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ വാറങ്കലെത്തും കേട്ടോ. ഒന്ന് കുളിച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ഫ്രഷായി. ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് നേരത്തെ അങ്ങോട്ട് പോയപ്പോഴും ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇപ്പം ഇറക്കുന്ന എല്ലാ LSP കോച്ചുകളും ഇതേപോലെ കുളിക്കുന്ന സെറ്റപ്പ് ഒന്നും കണ്ടിട്ടില്ല ഇതുവരെയായിട്ടും. ഇതെന്തായാലും കൊള്ളാം. നീറ്റ്, ആ ഭാഗം നീറ്റായിരുന്നു. എനിക്കൊന്നും അവിടെ ആരും വരാറില്ലല്ലോ, അതുകൊണ്ട് അത് നീറ്റായിരുന്നു. എന്തായാലും കുളി സെറ്റായി. നമ്മളിങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സ്പീഡാണ് കൂടുതലും. ഇത് ഭാഗ്യനഗർ തന്നെ വണ്ടിയാണേ. സെക്കന്ദരാബാദിൽ നിന്ന് സിർപൂർ കാഗസ് നഗർ പോകുന്നൊരു വണ്ടിയുടെ ഭാഗ്യനഗർ കേട്ടോ. ഏതോ ഒരു സ്റ്റേഷനെ സ്കിപ്പ് ചെയ്തോണ്ടിരിക്കുക നമ്മള്. ഉപ്പൽ എന്നൊരു സ്റ്റേഷനാണ് കേട്ടോ. ദുരന്തോ നമ്മളെക്കാട്ടൊരു 3-4 സ്റ്റേഷൻ പുറകിലാണ്. വിജയവാഡയ്ക്ക് മുന്നേ എന്തായാലും ഒറ്റയ്ക്ക് അടിക്കാം. കാരണം വിജയവാഡ ആദ്യം എത്തുന്നത് ദുരന്തോയാണ്. എല്ലാ സ്റ്റേഷനിലും കൊണ്ട് ഇങ്ങനെ ദർശനത്തിനായിട്ട് ഇങ്ങനെ കൊണ്ട് ചവിട്ടും. ചിലപ്പോൾ നിർത്തും, അല്ലെങ്കിൽ ഇങ്ങനെ പയ്യെ പോവും. അതാണ് ഈ SCR കയറിയുള്ള പ്രശ്നം. ഈ ഗുഡ്സിൻ്റെ ഭയങ്കര ശല്യമാണ് ഈ SCR എന്ന് പറഞ്ഞ ഈ ഒരു സോണിലെ. ഞാൻ പറഞ്ഞ എല്ലായിടത്തും ഓരോ ഗുഡ്സ് ട്രേ കാണും. ഈ ഗുഡ്സ് കാരണമാണ് ഇത്രയും ലേറ്റ് ആകുന്നുണ്ടോ. ഇങ്ങനെ കൊണ്ട് എല്ലായിടത്തും കൊണ്ട് ചവിട്ടും. മുന്നിൽ വേറെ ഒറ്റ വണ്ടിയില്ല, ഗുഡ്സ് ആണ്. കണ്ടോ അപ്പുറത്ത് കണ്ടോ, ഒന്ന് ഈ സ്റ്റേഷനിൽ തന്നെ ഒരെണ്ണമായി, 2ആയി. ഇതിനപ്പുറത്തിന് ഉറങ്ങണ കിടപ്പണ്ട 3, 4 പോരെ. എൻ്റെ ദൈവമേ, എത്ര എണ്ണം വന്നു കണ്ട, 4 എണ്ണം. അപ്പോൾ ബറൗണി എറണാകുളം രപ്തിസാഗർ എക്സ്പ്രസിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. പിന്നെ അടുത്ത വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത്, നമ്മളിനി അടുത്ത സ്റ്റോപ്പ് വാറങ്കലെത്തും. വാറങ്കലിൽ നമ്മളിന്ന് രാത്രി ചെന്നൈ എത്തും. അടുത്ത ദിവസം രാവിലെ നമ്മൾ 11 മണിയാകുമ്പോൾ എറണാകുളം എത്തും. അപ്പോൾ ഇന്ത്യാസ് 9th ലോങ്ങസ്റ്റ് റണ്ണിങ് ട്രെയിനിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയുടെ എൻഡ് ചെയ്യാണ്. ഹസൻ പർത്തി റോഡിൽ കൊണ്ട് ചവിട്ടി. അപ്പോൾ ഈ യാത്രയുടെ കണ്ടിന്യൂവേഷൻ അടുത്ത വീഡിയോയിൽ കാണാം. ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നെക്സ്റ്റ് കാണാം. ബൈ.